Good morning, Miss. Good morning, Miss. Good Good morning, Miss. Good morning, Miss. Good morning, Miss. Good morning. Miss കേൾക്കുന്നു കേൾക്കുന്നില്ല മിസ്. മിസ്സേ കേൾക്കുന്നില്ല. മിസ്സേ കേൾക്കുന്നില്ല. ഒന്നും കേൾക്കുന്നില്ല. ഒന്നും കേൾക്കുന്നില്ല. മിസ് കേൾക്കുന്നില്ല. മിസ് കേൾക്കുന്നില്ല. മിസ്സേ കേൾക്കുന്നില്ല. ഒന്നും കേൾക്കുന്നില്ല മിസ്സേ. Miss, no clear and കേൾക്കുന്നില്ല. മിസ്സിന് ചുണ്ടാനുണ്ടെന്ന് കേൾക്കുന്നില്ല മിസ്. കേൾക്കുന്നില്ല മിസ്. മിസ് കേൾക്കുന്നില്ല. മിസ് മിസ്റ്റേക്ക്. കേൾക്കുന്നില്ല. ഇതൊന്നും കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. മിസ്സേ കേൾക്കുന്നില്ല. മിസ്സേ നോ ക്ലിയർ. മിസ് ചുണ്ടാനൊക്കെ മാത്രമേ ഉള്ളൂ. ശബ്ദം പറ്റുന്നില്ല. മിസ്സേ കേൾക്കുന്നില്ല. മിസ്സിനെ ടൈപ്പ് ചെയ്യാവോ? ഒന്നുമില്ല. ഒന്നും കേൾക്കുന്നില്ല. മിസ് ഒന്നും കേൾക്കുന്നില്ല. മിസ് നോ മിസ് ഒന്നും കേൾക്കുന്നില്ല. ഇല്ല മിസ്. ഇല്ല മിസ് കേൾക്കുന്നില്ല. നോ മിസ് കേൾക്കുന്നില്ല. മിസ്സേ കേൾക്കുന്നില്ല. മിസ് ഒന്നും കേൾക്കുന്നില്ല. 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 മിസ്സേ ഒന്നും കേൾക്കുന്നില്ല. മിസ് പറയുന്നത് ടൈപ്പ് ചെയ്യാവോ? മിസ്സേ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല.
ഹലോ can you hear me okay അപ്പൊ നമുക്ക് ക്ലാസ് ആരംഭിക്കാം അല്ലേ ക്ലാസ് ആരംഭിച്ചാലോ അന്നേണ്ട് സംസാരിക്കണ്ട അപ്പൊ മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പറഞ്ഞിരുന്നു നോട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് ക്ലാസ് കംപ്ലീറ്റ് അല്ലേ മൂന്നാമത്തെ എക്സാം പറഞ്ഞു എന്താണ് അത് പറയാം എക്സാമിന്റെ കാര്യം മിസ്സിന് ഓർമ്മയുണ്ട് വേർഡ് മീനിങ് അതോ ഡിറ്റേഷൻ തരാന്നുള്ളത് ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇപ്പൊ മിസ്സിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാല് മിസ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്താണ് ഇതുവരെയില്ല മൂന്നാമത്തെ ചാപ്റ്ററിന്റെ വേർഡ് മീനിങ് അല്ല ക്വസ്റ്റ്യൻ ആൻസർ വരെ നോട്ട് കംപ്ലീറ്റ് ആക്കിയിരുന്നോ ഇല്ലയോ മിസ്സിന്റെ ചോദ്യം കേട്ടല്ലോ മിസ് പറയുന്ന ചോദ്യം കൃത്യമായിട്ട് ഞാൻ ഓരോരാളോട് ഞാൻ ചോദിക്കും ഞാൻ ഓരോരുത്തരോട് ചോദിക്കും മിസ്സിന്റെ അതായത് ഇന്ന് എടുത്ത ഭാഗം അതായത് പേജ് നമ്പർ 19 അതിലെ ക്വസ്റ്റ്യൻ ആൻസർ വരെ കംപ്ലീറ്റ് ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തമ്പ് കാണിച്ചേ കംപ്ലീറ്റ് ആക്കാത്തവര് ഫാത്തിമ മെഹ്ഫൂസ മിസ്സിനെ അയച്ചു തന്നോ ഫാത്തിമ മെഹ്ഫൂസ ഇതുവരെയുള്ള നോട്ട് കംപ്ലീറ്റ് ആക്കി മിസ്സിന് അയച്ചു തന്നോ എപ്പോ അയച്ചു എന്താണ് ഞാൻ ചോദിച്ചത് എപ്പോഴയച്ചു എന്നാണ് മിസ് ചോദിക്കുന്നത് മെഹ്ഫൂസ് കേൾക്കുന്നില്ലേ എപ്പോഴാണ് എഴുതി മിസ്സിന് അയച്ചു തന്നത് മിസ് ചോദിക്കുന്ന മിസ്സിനോടല്ലേ ആൻസർ പറയണ്ടേ വീട്ടുകാരോട് പിന്നെ പറയാം മിസ് നിന്റെ ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു വേഗം പറ മിസ് അയച്ചെന്നുണ്ടല്ലോ എപ്പോഴാ അയച്ചത് ഇന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയോ ഇന്ന് പറഞ്ഞേ ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആൻസർ ഫസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ക്വസ്റ്റ്യൻ ആൻസർ അയച്ചോ മിസ് ഏത് ലെസൺടാ ഇന്ന് ഏത് ലെസണാ എടുത്തത് ആ ബോധമില്ല എനിക്ക് ഏത് ലെസണാ എടുക്കുന്നില്ല ബോധമില്ല ഇന്ന് ഏത് ലെസൺ ആയിരുന്നു പറഞ്ഞത് നമ്മള് തേർഡ് ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞത് തേർഡ് ലെസൺ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടില്ല ബാക്കി എഴുതിയതാ പിന്നെ നീ പിന്നെ അയച്ചു എന്നൊക്കെ പറഞ്ഞത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിലെ പറഞ്ഞത് എന്തായിരുന്നു നെക്സ്റ്റ് ക്ലാസ്സിന് മുന്നേ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ആൻസർ അടക്കം എഴുതിയിട്ട് ക്ലാസ് കയറണ്ടെന്നാ പറഞ്ഞത് അല്ലേ അത് കുറച്ച് പേര് എഴുതുന്നവര് മാത്രം ഇങ്ങനെ എഴുതി അയച്ചു തരിക ബാക്കിയുള്ളവര് ഒരു ഭാഗത്ത് ഇങ്ങനെ കുറച്ച് പേര് തീരെ അയക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത് മോശം ഏർപ്പാടല്ലേ അല്ലേ ഫാത്തിമ മെഹ്ഫൂസ് എനിക്ക് അയച്ചു തന്നിട്ടേ ഇല്ല
ഞാൻ ഓരോരാളെയും നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. മുഹമ്മദ് നിഹാൽ വീഡിയോ ഓൺ ചെയ്തേ. അദ്വൈത് വീഡിയോ ഓൺ ചെയ്തേ. വീഡിയോ ഓൺ ചെയ്ത നീ എന്ത് പണി എടുക്കുന്ന അവിടുന്ന്? വേറെ ആരെയും അയച്ചിടത്ത് ചെറക്ക് വെനസ്ഡേ ക്ലാസ് ആകുമ്പോഴാണ്, ട്യൂസ്ഡേ ആണ് ഓർമ്മ വരിക അല്ലെ? ഹോംവർക്ക് എഴുതി അയക്കാനുണ്ടെന്ന്. ട്യൂസ്ഡേ രാത്രി വരെ സമയം കിട്ടും എഴുതി അയക്കാൻ അല്ലേ? ക്രിസ്റ്റി അയച്ചോ മോനെ? ക്രിസ്റ്റി, എബിൻ ബിജു ഇന്ന് അയച്ചോ? നെറ്റ് പോയതുകൊണ്ട് കേട്ടില്ലായിരുന്നു. ആരാണ്? അദ്വൈതാണോ? അല്ല, ക്രിസ്റ്റി. അതായത് നോട്ട് ഇതുവരെയുള്ള 3rd ചാപ്റ്ററിന്റെ നോട്ട്, ക്വസ്റ്റ്യൻ ആൻസർ വരെയുള്ള നോട്ട് കംപ്ലീറ്റ് ആക്കി അയച്ചോ. എന്താ ആശിനെ അവിടുന്ന് കാണിക്കുന്നേ? മിസ് പറഞ്ഞപ്പോ നെറ്റ് കട്ടായി പോയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. അതിന് ഞാൻ ലിങ്ക് അയച്ചു തന്നല്ലോ, അത് കണ്ടിട്ട് എഴുതണം ഞാൻ പറഞ്ഞില്ലേ? മുഹമ്മദ് നിഹാലെ, അവിടുന്ന് ഇങ്ങനെ മിസ്സിനെ ഇങ്ങനെ എടുത്ത് കാണിക്കല്ല വേണ്ടത്. മിസ്സിന് എത്രയും വേഗം മിസ്സിന്റെ നമ്പറിൽ പേഴ്സണലായിട്ട് അയച്ചിരിക. നിങ്ങൾ അവിടുന്ന് ഇങ്ങനെ ഓരോരോ പേജ് ഇങ്ങനെ കാണിച്ചിട്ട് കാര്യമില്ല. ഇതുവരെയുള്ള നോട്ട് മൂന്ന് ചാപ്റ്റേഴ്സിന്റെ ഫുള്ള് അത് പേരൻസ് കൃത്യമായി ശ്രദ്ധിക്കണം. കാരണം കുഞ്ഞുമക്കളാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത് ഓൺലൈൻ ക്ലാസ് ആണ്. അപ്പൊ കൃത്യമായി നമുക്ക് നോട്ട് ചെക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പം കൃത്യമായി പേരൻസ് ഒരു കാര്യം ശ്രദ്ധിക്കണം. 3 ചാപ്റ്റർ ഹിന്ദിയുടെ കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ടെക്സ്റ്റിലെ വർക്കുകളും നോട്ടിലെ വർക്കുകളും അതിന്റെ കൂടെ കോപ്പി റൈറ്റിങ്ങും കൃത്യമായി അവർ എഴുതുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. എഴുതുന്നില്ല എങ്കിൽ എന്നെ വിളിച്ചോളൂ, എന്നെ ഒന്ന് വിളിച്ച് പറയാം എഴുതിയിട്ടില്ല എങ്കിൽ. കാരണം ഇന്നിപ്പം 3 ലെസൺ അവിടെ പെൻഡിങ് വെച്ചു. അടുത്ത ദിവസം അല്ലെങ്കിൽ ഇന്ന് തന്നെ 4ാമത്തെ ലെസൺ എടുക്കും. അടുത്ത ദിവസം 4ാമത്തെ നോട്ട് കിട്ടും. അടുത്ത ദിവസം 5ാമത്തെ ലെസൺ വരും. അപ്പൊ അതിനിടയിൽ നിങ്ങൾക്ക് ഡിറ്റേഷൻ അല്ലെങ്കിൽ എക്സാം വെക്കും. അപ്പോ എക്സാമിന് മെയിൻ ആയിട്ട് എക്സാം വരുമ്പോൾ ടൈം ടേബിൾ കിട്ടുമ്പോൾ പറയും, മിസ്സേ 2ാമത്തെ ചാപ്റ്ററിന്റെ 2ാമത്തെ ആൻസർ കിട്ടിയിട്ടില്ല, 4ാമത്തെ ചാപ്റ്ററിന്റെ വേർഡ് മീനിങ് കിട്ടിയിട്ടില്ല. ഈ ഓരോ ഏർപ്പാട് സജിത മിസ്സിന്റെ മുന്നിൽ നടക്കൂല. ഹിന്ദിയിൽ അങ്ങനത്തെ ഓരോ ഏർപ്പാടിനും ഞാൻ സമ്മതിക്കില്ല. എല്ലാം ഓക്കെ, നിങ്ങളുടെ സ്നേഹമുണ്ട്, നിങ്ങൾ എന്റെ ഫ്രണ്ട്സ് തന്നെ, നിങ്ങൾ എന്റെ മക്കൾ തന്നെ, എല്ലാം ഓക്കെ തന്നെ. പക്ഷേ പഠിക്കേണ്ട കാര്യത്തിലും എഴുതി അയക്കേണ്ട കാര്യത്തിലും നിർബന്ധം തന്നെയാണ്. എഴുതുന്നില്ലേ, ക്ലാസ് എഴുതി ഹോംവർക്ക് എഴുതി മിസ്സിന് അയക്കുന്നില്ലെങ്കിൽ ക്ലാസ്സിൽ കയറേ വേണ്ട, ഹിന്ദിയുടെ ക്ലാസ് കയറിയിരിക്കേ വേണ്ട. കേട്ടല്ലോ? അപ്പൊ അടുത്ത ക്ലാസ് മുതൽ ഓർമ്മിച്ച് വെച്ചോ. ഞാൻ ഓരോരാളെയും നോട്ട് ചെയ്യും. ആരൊക്കെയാണ് നോട്ട് എഴുതാത്തത് അവരെ ഞാൻ കൃത്യമായി നോട്ട് ചെയ്യും. അപ്പോ ഇതുവരെയുള്ളത് കംപ്ലീറ്റ് ആക്കാൻ ഞാൻ സമയം തരികയാണ്. അപ്പൊ നെക്സ്റ്റ് വർക്ക് ഇനി മിസ് പറയുന്നുണ്ട്. അപ്പൊ ആ വർക്കും കൂടി പറഞ്ഞാൽ 3ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. 3 ചാപ്റ്റേഴ്സിന്റെയും നോട്ട്, ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ കോപ്പി റൈറ്റിംഗ്. കോപ്പി റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇന്നും കൂടി ആവുമ്പോൾ 6 പേജ് വരും കോപ്പി റൈറ്റിംഗില്. അതായത് ഒരു മാസം 4 ക്ലാസ് ആണ് നമുക്ക് വരുന്നത്. 4 പേജ്. ഒരു ദിവസത്തെ ക്ലാസ്സിന് 1 പേജ് എഴുതാൻ പറഞ്ഞത്. അപ്പൊ ഒരു മാസം 4 ക്ലാസ് 4 പേജ് വരും. ഇപ്പൊ ഈ മാസത്തെ 2 ക്ലാസ്, അങ്ങനെ 6 പേജാണ് കോപ്പി റൈറ്റിംഗിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, പറഞ്ഞോ. എന്താണ്? അതൊക്കെ ഏത് ലെസൺ ആയിരുന്നു ശബ്ദാർത്ഥ ടെസ്റ്റ്? ഏതിന്റെ വരുന്നു എക്സാം ഉണ്ടായിരുന്നു പറഞ്ഞേ? 3ാമത്തെ ലെസൺ അല്ലേ? ഓക്കെ, ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പഠിക്കാൻ സമയം വേണ്ടേ? ഓക്കെ, ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യും. നിങ്ങൾ അത് നോക്കി ആൻസർ മാത്രമല്ല ക്വസ്റ്റ്യനും ആൻസറും രണ്ടും കൂടി എഴുതി മിസ്സിന് അയച്ചുതരിക. ഇന്ന് രാത്രി 8 മണി വരെ സമയം തരാം. 8 മണിക്കുള്ളിൽ അയച്ചുതരിക. പിന്നെ ഇന്ന് തന്നെ മിസ് ആൻസർ ചെക്ക് ചെയ്ത് തരില്ല. ദേവാഞ്ജന എന്താണ്? ദേവാഞ്ജന എന്താണ് പ്രശ്നം? എന്തിനാ കൈ ഉയർത്തുന്നത്?
മിസ് MS നോട്ട്ബുക്കിലാകുന്നുണ്ട്. ആ MS നോട്ട്ബുക്കില്. മിസ് 7 മണി മുതലാണ്. മിസ്സിന് എപ്പോഴാണ് മിസ് പരീക്ഷ? ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിലിടും. ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ കിട്ടിയ ഉടനെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ എഴുതി അയച്ചോ. ഞാൻ ലാസ്റ്റ് സമയം, അതായത് എന്തെങ്കിലും നിങ്ങൾക്ക് ഫോൺ ആർക്കെങ്കിലും കൊണ്ടുപോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം തരികയാണ് രാത്രി 8 മണിക്കുള്ളിൽ അയക്കാൻ. പക്ഷെ ഇന്ന് തന്നെ നിങ്ങൾക്ക് ആൻസർ ഷീറ്റ് ചെക്ക് ചെയ്ത് തരില്ല, നാളെ ആയിരിക്കും ചെക്ക് ചെയ്യുക. അപ്പോൾ രാത്രി ഇനി 8 മണിക്ക് അയച്ച് 8:30 ആകുമ്പോൾ എന്താ മിസ് എന്റെ മാർക്ക് കൊടുത്തു വെച്ചിട്ട് എന്നോട് പരാതി പറയണ്ട. കാരണം ഇന്ന് എനിക്ക് 5:30 വരെ ഇവിടെ സ്കൂളിൽ ക്ലാസ് ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് മിസ്സിന്റെ വീട്ടിലേക്ക് പോകാനുള്ളത്. ശബ്ദാർത്ഥം വേറെ വല്ല ലിസ്റ്റ് ഉണ്ടോ? ശബ്ദാർത്ഥ വേർഡ് മീനിങ് മാത്രം ഇപ്പോ. ബാക്കി ഈ പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസർ ഏത് ദിവസമാണെന്ന് ഞാൻ പിന്നീട് ഗ്രൂപ്പിൽ അറിയിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വർക്ക് പേജ് നമ്പർ 19 തേർഡ് ക്വസ്റ്റ്യൻ. എന്താണ്, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? എന്താണ് മോനെ? ആ ഈ പാഠത്തിലെ വേർഡ് മീനിങ് ഇന്നിടും. ക്വസ്റ്റ്യൻ ആൻസർ ഈ പാഠത്തിലെ മാത്രം ക്വസ്റ്റ്യൻ ആൻസർ അടുത്ത ദിവസം ഞാൻ പറയാം, ഏതെങ്കിലും ഒരു ഡേറ്റ് തരാം. ഓക്കെ മിസ് ഇന്ന് 7 മണിക്ക് സയൻസിന്റെ പരീക്ഷ ഉണ്ട്. അത് 7 മണിക്കല്ലേ? ഞാൻ ഇപ്പൊ തന്നെ കുറച്ച് നേരം ക്വസ്റ്റ്യൻ ഇടും. നീ അതിനിടയ്ക്ക് ഇരുന്ന് വേർഡ് മീനിങ് എഴുതി മിസ്സിന് അയച്ചാൽ മതി. വേർഡ് മീനിങ് അല്ലടാ, എത്ര വേഗം പഠിക്കാം. ഓക്കെ, നോക്കേ തേർഡ്. വാക്യ പഠിക്കർ ഹാം യാ നഹി में उत्तर दो. Read the sentences and give answer in yes or no. yes ആണെങ്കിൽ yes പറയണം, no ആണെങ്കിൽ no പറയണം. yes or no. दादी माम ने कहा सुषमा बेटी तुम बस अपनी पढ़ाई करो. ഗ്രാൻഡ്മ പറഞ്ഞു, മോളെ നീ നിന്റെ കാര്യങ്ങൾ, അതായത് ഹോംവർക്കുകൾ ചെയ്യുകയും പഠിക്കുകയും ചെയ്തോ എന്ന് പറഞ്ഞിരുന്നു. ശരിയാണോ തെറ്റാണോ? അപ്പൊ ഹാം എന്നാണ് അവിടെ എഴുതേണ്ടത്. ഹാം. ഹാം. നെക്സ്റ്റ്, മാം ने कहा दादा दादी घर के बुजुर्ग है. അമ്മ എന്നോട് പറഞ്ഞു ദാദാ ദാദി ഗ്രാൻഡ് പാരന്റ്സ് घर के बुजुर्ग है, വീട്ടിലുള്ള ഏറ്റവും മുതിർന്ന ആൾക്കാരാണെന്ന് അമ്മ എന്നോട് പറഞ്ഞിരുന്നു. ശരിയാണോ തെറ്റാണോ? Yes. 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 അപ്പൊ ഹാം എഴുതുക. നെക്സ്റ്റ്, सुषमा ने कहा अब हमारा कर्तव्य है कि हम उनकी सेवा करें. സുഷമ പറഞ്ഞു, ശരിയാണോ നോക്കണേ മിസ് പറയുമ്പോ. സുഷമ പറഞ്ഞു अब हमारा कर्तव्य है कि अब उनकी सेवा करें. ഇത് ഞങ്ങളുടെ കർത്തവ്യമാണ്, ഞങ്ങൾ അവരെ സേവിക്കണം. സുഷമയാണോ പറഞ്ഞത്? അതല്ല സുഷമയുടെ അമ്മയാണോ പറഞ്ഞത്? സുഷമയുടെ അമ്മ. അമ്മ. അപ്പൊ ശരിയാണോ തെറ്റാണോ? ആ, അപ്പൊ നഹീം അവിടെ എഴുത്. നഹീം. नेक्स्ट है, दादी ने कहा सारी जिंदगी उन्होंने हमारे लिए काम किया है. दादी ने कहा ग्रांडमा പറഞ്ഞു सारी जिंदगी उन्होंने हमारे लिए काम किया है. ജീവിതം മുഴുവനും അവർ നമുക്ക് വേണ്ടി ജോലി ചെയ്തവരാണെന്ന് ഗ്രാൻഡ്മയാണ് പറഞ്ഞതെന്നാണ് ഇതിലേക്ക് പറഞ്ഞത്. ഗ്രാൻഡ്മയാണോ പറയുന്നത്? അപ്പൊ എന്താണ് ആൻസർ? നഹീം. ഓക്കെ, നഹീം ഇവിടെ എഴുതിക്കോളൂ. ഓക്കെ, നെക്സ്റ്റ്, ഉദാഹरण पढ़ो और अन्य शब्द लिखो. Read example and write words. ഉദാഹരണം എഴുതിയതുപോലെ നിങ്ങൾ അതേ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് വാക്കുകൾ കണ്ടുപിടിച്ച് എഴുതണം. എന്നുള്ള ചിഹ്നം കണ്ടോ നിങ്ങൾ? വരയുടെ മുകളിൽ എന്നുള്ള ചിഹ്നം, അത് ഉപയോഗിച്ചാണ് വാക്കുകൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വേർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്, വർഷ്. വേറെന്തൊക്കെയുണ്ട്?
ശ്രീദേവേ തിരിക്കല്ലേ, തിരിച്ചോണ്ടേയിരിക്കുന്നു അവിടുന്ന്. വർഷ കഴിഞ്ഞാല് വേറൊരു ഉദാഹരണം പറയാമോ? എക്സാമ്പിള് അദ്വൈത് ഫെഡറേറ്റ് പാർക്ക് അല്ലെ, പാർക്ക് അല്ലെങ്കിൽ പർവ്, ഗർവ്, ദർദ് ഇതെല്ലാം ഇറുന്നുള്ള ചിഹ്നാണ് കേട്ടോ. ഇനി അടുത്ത ഉമ്ര്. ഉമ്ര് ഉമ്ര് മായന്റെ അടിയിൽ ഉമ്രാന്ന് വരുന്ന വാക്ക് അല്ലെ, ഉമ്ര്. അതുപോലത്തെ വേറൊരു വാക്കുണ്ട് നമ്ര്, പ്രാർത്ഥന. നമ്ര്. പിന്നെ പ്രാർത്ഥന അല്ലേ, ഓരോ അക്ഷരത്തിന്റെ അടിയിൽ ഇങ്ങനെ ഇത് വരുന്ന ചിഹ്നം വരുന്നതാണ് ചേർക്കേണ്ടത്, പ്രാർത്ഥന. നെക്സ്റ്റ് പേജ് എടുത്തോളൂ. വാട്സാപ്പിൽ അയച്ചുതരാ. പേജ് നമ്പർ 20. എല്ലാം വാട്സാപ്പിൽ നിങ്ങൾക്ക് അയച്ചുതരാം അല്ലേ. നിങ്ങളൊന്നും അവിടുന്ന് മെനക്കെടാൻ പാടില്ല. നിങ്ങൾ അവിടുന്ന് ഇങ്ങനെ വീട്ടുകാരോട് ഇങ്ങനെ തമാശ പറഞ്ഞ് ചിരിച്ചോണ്ട് ഇങ്ങനെ ഇരിക്കേ, മിസ് അത് അയച്ചു തരാം. അതായത് കുറേയെല്ലാം നിങ്ങൾ പറയുമ്പോൾ അത് അവിടുന്ന് എഴുത്. നിങ്ങൾ എല്ലാം ഈ വാട്സാപ്പിൽ അയക്കുന്ന നോക്കി ഇരുന്ന് പിന്നെ അവിടെ ഹോംവർക്ക് ഇങ്ങനെ കൂട്ടി വെക്കണ്ട. മിസ് പറയുമ്പോൾ കുറേയെല്ലാം എഴുതാൻ പറ്റും. നെക്സ്റ്റ് സെക്കൻഡ്, रेखांकित शब्द के स्थान पर समानार्थी शब्द लिखकर वाक्य पुनर्लेखो. मैं अखबार पढ़ रही थी. അഖ്ബാറിന് പകരം സമാചാർ പത്ര. അഖ്ബാർ എന്നുള്ളതിന്റെ വേറൊരു പേരാണ് എന്ത്? സമാചാർ പത്ര, ന്യൂസ് പേപ്പർ. ന്യൂസ് പേപ്പർ അത് മേം സമാചാർ പത്ര പഠ രഹി ഥി. അതുപോലെ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡിന്റെ വേറൊരു വേർഡാണ് നമ്മൾ എഴുതിയിട്ട് സെന്റൻസ് ആക്കേണ്ടത്. ഉനോനെ മേരെ ലിയെ ഖാന പരോസ. ഖാന, ഖാന എന്നതിന്റെ വേറൊരു വേർഡ് എന്താണ്? ഭോജൻ. ഉനോനെ മേരെ ലിയെ ഭോജൻ പരോസ. നെക്സ്റ്റ്, അത് ഇപ്പോൾ എഴുതണ്ട, വലിയ സെന്റൻസ് ഒക്കെ മിസ് അയക്കുമ്പോൾ നോക്കി എഴുതിയാൽ മതി. സിമ്പിൾ ആയിട്ടുള്ളത് എഴുതി നോക്കുക, വലിയ വലിയ സെന്റൻസുകൾ അവിടെ വെച്ചേക്കും. ഉനോനെ മുജ്സെ കോയി സഹായത നഹി ലി. സഹായത, സഹായത എന്ന് വരുന്ന വേറൊരു വേർഡാണ് മദദ്. മദദ്. ഉനോനെ മുജ്സെ കോയി മദദ് നഹി മിലി, നഹി ലി. ലാസ്റ്റ് വൺ, तुम्हारी दादी मेरी अम्मा जैसी है. तुम्हारी दादी मेरी अम्मा जैसी है. അമ്മ എന്നതിന് പകരം വേറൊരു വേർഡ് എന്താണ്? അമ്മ എന്നുള്ള പ്രയോഗിക്കുന്നതിന് പകരം വേറെ നമ്മൾ ഉപയോഗിക്കുന്ന ഹിന്ദിയിൽ ഏത് വേർഡാണ്? മാതാ അല്ലെങ്കിൽ മാം അല്ലേ, മാം. तुम्हारी दादी मेरी माँ जैसी है. നെക്സ്റ്റ്, അത്രയും ആയല്ലോ. ഹിന്ദി അർത്ഥ സേ മിലാവോ, മാച്ച് വിത്ത് ഹിന്ദി മീനിങ്. ഹിന്ദി മീനിങ്ങുമായിട്ട് മാച്ച് ചെയ്യണം. ഇംഗ്ലീഷ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഹിന്ദി മീനിങ് ആയിട്ട് മാച്ച് ചെയ്യണം. മാച്ച് ചെയ്യേണ്ടത് ഇപ്പൊ തന്നെ മാച്ച് ചെയ്തോ, അതൊന്നും എല്ലാം പെൻഡിങ് വെക്കണ്ട, അതൊക്കെ ഇപ്പൊ തന്നെ ചെയ്യാൻ പറ്റും. കെയർ, കെയർ എന്നുള്ളത് സേവ എന്നുള്ളത് മാച്ച് ചെയ്തിട്ടുണ്ട്. ഡ്യൂട്ടി, DUTY, ഡ്യൂട്ടി. കർത്തവ്യ, കർത്തവ്യ. ഓക്കെ, കർത്തവ്യയിലേക്ക് മാച്ച് ചെയ്തു. ന്യൂസ് പേപ്പർ, അക്ബാർ. മസാജ്, മാലിഷ്. ഓക്കെ. ചൈൽഡ്ഹുഡ്, बचपन. ബച്പൻ. ഗ്രോൺ, कराह. ओके ओके ओके. इनी नेक्स्ट, इस पाठ के कोई भी 5 वाक्य मातृभाषा में लिखो. ഈ പാഠത്തിലെ ഏതെങ്കിലും ഒരു 5 സെന്റൻസ് അതിന്റെ മലയാളം തർജ്ജമ ചെയ്യണം, എഴുതണം. അതിൽ ഇപ്പോ മിസ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തന്നിരിക്കുന്നത്, മിസ് ഇപ്പോ എഴുതി അയക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് മിസ് ആദ്യം ഫസ്റ്റ് പാരഗ്രാഫിന്റെ 5 സെന്റൻസ് എടുത്തിട്ട് അതിന്റെ മലയാളം മീനിങ് മിസ് ഇപ്പൊ ഗ്രൂപ്പിൽ അയച്ചിരുന്നുണ്ട്, ഇപ്പൊ എഴുതിയതിന്റെ. ഓക്കെ, ഫസ്റ്റ് സെന്റൻസിന്റെ അതായത് ഓരോ 5 സെന്റൻസ് ഇല്ലേ, ആദ്യത്തെ 5 സെന്റൻസിന്റെ ഫസ്റ്റ് പാരഗ്രാഫിലെ 5 സെന്റൻസിന്റെ 5 മീനിങ്ങുകൾ മിസ് എഴുതിയിട്ട് അയച്ചതിലുണ്ടാവും. അപ്പൊ ഓർമ്മിക്കണം, അതെന്താന്ന് വിചാരിക്കണ്ട. എന്താണ്?
ഇഷ്ടമുള്ള ഏതെങ്കിലും 5 എണ്ണം എഴുതാൻ പറഞ്ഞാൽ നിങ്ങള് അപ്പൊ ഏതെഴുതണം? ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ എഴുതിക്കോ. അതിലൊന്ന് മിസ് എഴുതിയത് രാവിലെ 7 മണിയായിരുന്നു. ഞാൻ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് പത്രം വായിക്കുകയായിരുന്നു. ഒരു ചെറിയ ആൺകുട്ടി മുത്തശ്ശനും മുത്തശ്ശിയോടുമൊപ്പം പാർക്കിൽ കളിക്കുകയായിരുന്നു. അവനെ കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വന്നു. ആ സമയത്ത് എൻ്റെ വയസ്സ് ഏകദേശം 10 ആയിട്ടുണ്ടാകും. 5 എണ്ണം കേട്ടോ. മലയാളത്തില് മിസ് എഴുതിയതുപോലെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയാൽ മതി, നോട്ട്ബുക്കിൽ വേണ്ട. കാജൽ, വൈ ആർ യു ലേറ്റ്? കാജൽ ഇങ്ങനെ ഫോണും കൊണ്ട് ഇങ്ങനെ നടക്കുന്ന കാണാം. എവിടെ ഇരിക്കുകയും ചെയ്യില്ല, ക്ലാസ്സും കാണുമെന്നാണെന്നില്ല, ഒന്നും അറിയില്ല. ഇനി അതിന്റെ താഴെയുള്ളത് ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് സ്കൂളിലെ ടൈമില് നിങ്ങൾക്ക് എക്സ്ട്രാ വർക്ക് തരേണ്ടതാണ്. അതിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഓൺലൈൻ ക്ലാസ് നടക്കില്ല. അപ്പനെ ബച്പൻ കി കോയി രോജ ഘടന കക്ഷാമേ സുനാവോ. നിങ്ങളുടെ കുട്ടിക്കാലത്ത് വിഷമിച്ച എന്തെങ്കിലും ഒരു സംഭവത്തെ കുറിച്ച് ബാക്കിയുള്ള കുട്ടികളോട് ക്ലാസ്സിൽ നിന്ന് അവതരിപ്പിക്കാൻ, മറ്റുള്ള കുട്ടികളോട് പറയാൻ വേണ്ടിയിട്ട്, ക്ലാസ്സിൽ നിന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിപ്പോ നടക്കില്ല, സ്കൂൾ ഓപ്പൺ ആയാൽ മാത്രമേ നടക്കുള്ളൂ. രണ്ടാമത് आप अपने दादा दादी के साथ कैसे समय बिताते हो अपनी उत्तर पुस्तिका में लिखो. നിങ്ങളുടെ മുത്തച്ഛനും ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ എങ്ങനെ സമയം ചെലവഴിക്കുന്നു, അവരെന്താണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത്, അതിനെ കുറിച്ച് ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട്. അതും നിങ്ങൾ ഇപ്പോൾ എഴുതണ്ട, ഒക്കെ എക്സ്ട്രാ വർക്കാണ്. ഓർമ്മിച്ച് വെച്ചാൽ മതി എന്താണ് വർക്ക് എന്നുള്ളത് കേട്ടോ. ഗ്രാൻഡ് പാരന്റ്സ് ആകുമ്പോ കഥകൾ പറഞ്ഞു തരും, ചിലപ്പോ എവിടെയും കൂട്ടിക്കൊണ്ടു പോകും അല്ലേ. തേർഡ്, दादा दादी से उनके बचपन के खेल खिलौने के बारे में जानकर अपने खेल खिलौनों से उनकी तुलना करो. അതായത് അത് നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാൻ പറ്റുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവില്ലേ? ഒട്ടുമിക്ക വീടുകളിൽ ഉണ്ടാവും അല്ലേ? ഇല്ലാത്തവരുണ്ടാവും, ഉള്ളവരുണ്ടാവും. അപ്പൊ ഉള്ളവര് ഇപ്പൊ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യാ, ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. ഇല്ലാത്തവര് എപ്പോഴും കാണുമ്പോഴോ ചോദിച്ചു വെക്കണം. എന്താണെന്നറിയോ, മുത്തശ്ശനും മുത്തശ്ശിയുടെയും കാലഘട്ടത്തില് അവര് എങ്ങനെയായിരുന്നു ഖേൽ ഖിലൗന. നമ്മളിപ്പോ ഓരോ കളിപ്പാട്ടങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അല്ലെ. നമുക്ക് ഏത് സംഭവം ഇന്നത്തെ കാലഘട്ടത്തിൽ കിട്ടുന്നുണ്ട് ഇല്ലേ? പല വിധത്തിലുള്ള റിമോട്ടിന്റെ ഉപയോഗിച്ചുള്ള കളിപ്പാട്ടങ്ങൾ, അങ്ങനെ എന്തൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും ജീവിച്ചിരുന്നത്. അപ്പൊ അവരോട് ചോദിക്കേണ്ടത് എന്താണ്, അവരുടെ കുട്ടിക്കാലത്ത് എന്തായിരുന്നു കളിപ്പാട്ടങ്ങൾ, എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് അവർ കളിച്ചിരുന്നത്, എന്തായിരുന്നു അന്നത്തെ കളികള്, അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ചോദിച്ചു നോക്കുമല്ലോ. ഇനി മുത്തശ്ശനും മുത്തശ്ശി ഇല്ലെങ്കിൽ ഇനി അടുത്തേക്ക് പോകാൻ നിൽക്കണം, നിങ്ങൾ അച്ഛനും അമ്മയോടും ചോദിച്ചോ. അവർക്ക് കുറെയൊക്കെ പറയാൻ പറ്റും. അവരുടെ ചെറിയ കുട്ടിക്കാലത്തോന്നല്ല നഴ്സറി അതൊക്കെ സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴുള്ളത് പോലെയല്ല, വ്യത്യാസമുണ്ട്. അപ്പൊ അതൊന്ന് ചോദിച്ചു വെക്കണം കേട്ടോ. ക്ലിയർ ആയോ ആ ലെസൺ? തേർഡ് ചാപ്റ്റർ. യെസ്. അപ്പൊ നെക്സ്റ്റ് ലെസൺ എടുത്തോളൂ. 4ാമത്തെ ചാപ്റ്റർ കദംബ് കാ പേട്. അദ്വൈത വീഡിയോ ഓഫ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെറുതെ വീഡിയോ ഓഫ് ചെയ്ത് എവിടെ ഇരിക്കണ്ട. വീഡിയോ ഓഫ് ചെയ്യുന്നത് കൃത്യമായി സാറ് നോട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പിന്നെ വീട്ടിൽ വന്ന് പഠിപ്പിക്കും ഞങ്ങൾ എല്ലാരും വന്നിട്ട്. കദംബ് കാ പേട്, കടമ്പ് ട്രീ, കദംബ് കാ പേട്. ഈ കദംബ് കാ പേട് എന്ന് പറഞ്ഞാൽ അറിയോ? കടമ്പ് വൃക്ഷം എന്നാണ് അർത്ഥം. കടമ്പ് വൃക്ഷം എന്ന് പറഞ്ഞാല് അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ പണ്ട് യമുനാ തീരത്ത് ഓടക്കുഴല് വായിക്കാൻ വേണ്ടിയിട്ട് ഈ കടമ്പ് മരത്തിന്റെ മുകളിലാണ്, കടമ്പ് വൃക്ഷത്തിന്റെ കൊമ്പിലാണ് ഇരിക്കുക എന്ന് ഒരു പഴമൊഴിയുണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ അതായത് ഓടക്കുഴല് വായിക്കാൻ വേണ്ടി യമുനാ നദിയുടെ തീരത്തുള്ള കടമ്പ് മരത്തിലാണ് കയറിയിരിക്കാറ്. ശ്രീകൃഷ്ണ ഭഗവാൻ അറിയില്ലേ? കേട്ടിട്ടുണ്ടോ? ശ്രീകൃഷ്ണ ഭഗവാൻ. അപ്പൊ ഇവിടെ അതേപോലെ അപ്പൊ ആ കടമ്പ് മരത്തുകളിൽ ഇരുന്നിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ അമ്മയെ എന്തൊക്കെയോ എന്തൊക്കെയോ കളിപ്പിക്കുകയായിരുന്നു. അപ്പൊ അതേപോലെ ഒരു കുട്ടി, വേറൊരു കുട്ടി
അതേ മോഡലില് തന്റെ അമ്മയെ കളിപ്പിക്കുന്നതായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതാണ് ഈ കവിത. സുഭദ്ര കുമാരി ചൗഹാൻ എഴുതിയ കവിതയാണിത്. എന്താണ് ആരോണ് ഇപ്പൊ എഴുതുന്നേ? ശ്രീമതി സുഭദ്ര കുമാരി ചൗഹാൻ എഴുതിയ കവിതയാണിത്, कदम्ब का पेड़। इस कविता में बालक का अपनी मां के प्रति स्नेह तथा पुत्र के प्रति मां के वात्सल्य भाव का स्वाभाविक चित्रण किया गया है. ക്രിസ്റ്റി ഇവിടെ ശ്രദ്ധിക്കണേ, അവിടെ സംസാരിക്കണ്ട. ഈ കവിതയിലെ ഒരു കുട്ടി തന്റെ അമ്മയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതും അതേപോലെ ആ അമ്മ തന്റെ മകനോട് വാത്സല്യം കാണിക്കുന്നതുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു അമ്മയുടെ വാത്സല്യം, അതുപോലെ ഒരു പുത്രന് അമ്മയോടുള്ള സ്നേഹം. നമുക്കില്ലേ സ്നേഹം നമ്മുടെ അമ്മയോട്? അമ്മയോട് മാത്രല്ല അല്ലെ, അച്ഛനോടുണ്ട് അല്ലെ, നമ്മുടെ വീട്ടിലെല്ലാവർക്കും നമുക്ക് സ്നേഹമുണ്ട്. പക്ഷെ നമ്മൾ കൂടുതലും അടുക്കുന്നതും പിണങ്ങുന്നതും ഗുസ്തി കൂടുന്നതും ഒക്കെ ആരോടാണ്? അമ്മയോടാണ് അല്ലെ. കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കുന്നത് ചിലര് അച്ഛൻ്റെ അടുത്തുണ്ട് അല്ലെ, ചിലവര് അച്ഛനെ സ്റ്റോപ്പിങ് ചെയ്യും. പക്ഷെ നമ്മുടെ എല്ലാ സ്റ്റോപ്പിങ്, അതായത് എന്ത് കാര്യം നമുക്ക് നടക്കണമെങ്കിൽ നമ്മൾ ആദ്യം റിക്വസ്റ്റ് ചെയ്യല് എവിടെയാണ്? അമ്മയുടെ അടുത്താണ് അല്ലെ. അമ്മയൊന്ന് പറ അല്ലെ, അല്ലെങ്കിൽ അമ്മ ഒന്ന് നോക്ക്, അല്ലെങ്കിൽ അമ്മ ഒന്ന് ട്രൈ ചെയ്യും, അമ്മ പറഞ്ഞാൽ ശരിയാവും അല്ലെ. നമ്മുടെ ഡയലോഗ് ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ. കവിത का हाव भाव से सस्वर पठन करवाना तथा मां के वात्सल्य स्नेह एवं व्याकुलता को बच्चों को समझाना. എന്നാ ഈ പാഠഭാഗം നിങ്ങൾക്ക് തന്നിന്നറിയോ? സുഭദ്രകുമാരി ചൗഹാന്റെ ഈ കവിത നിങ്ങൾക്ക് തരാനുള്ള കാരണം, ഒന്ന് കവിത വായിച്ചു പഠിക്കാൻ, രണ്ട് അമ്മയുടെ വാത്സല്യം എങ്ങനെയാണ്, അല്ലെങ്കിൽ അമ്മയുടെ സ്നേഹം എങ്ങനെയാണ് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അമ്മയുടെ ദുഃഖവും, ആ മക്കളെ പിരിയുമ്പോ അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോ ഉണ്ടാവുന്ന അമ്മയുടെ വിഷമം, ദുഃഖം ഉണ്ടല്ലോ, അതും കൂടി തിരിച്ചറിയാൻ വേണ്ടി കുട്ടികൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കവിത തന്നിരിക്കുന്നത്. ഓക്കെ, ഇനി മിസ് അത് കവിത പറഞ്ഞുതരാം. यह कदम्ब का पेड़ अगर माम होता यमुना तीरे. यह कदम्ब का पेड़, യമുനാ തീരത്തുള്ള ഒരു കദംബ് വൃക്ഷാണെന്ന് വിചാരിക്കുക. അമ്മയോട് പറയാണ് ഇതൊരു കടമ്പ് വൃക്ഷമാണ്. ഏത്? ശ്രീകൃഷ്ണൻ അമ്മയെ കളിപ്പിച്ചതുപോലെ ഒരു കുട്ടി ഇവിടെ കളിപ്പിക്കുകയാണ്. യമുനാ തീരത്തുള്ള കടമ്പ് വൃക്ഷം, അതുപോലെ ഒരു കടമ്പ് വൃക്ഷമുണ്ട്. മേബി അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിൽ മേബി ഉസ് पर बैठ कन्हैया बनता धीरे धीरे. കനയ്യ മീൻസ് ശ്രീകൃഷ്ണൻ. ഞാനും അതിൽ കയറി ഇരുന്നിട്ട് മെല്ലെ മെല്ലെ കയറിങ്ങിരിക്കും. ആ കടമ്പ് വൃക്ഷം ഉണ്ടായിരുന്നെങ്കിൽ, യമുനാ തീരത്തുള്ള കടമ്പ് വൃക്ഷം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനും അതിലങ്ങ് കയറിയിരിക്കും. What if this kadamb tree ma was on the bank of Yamuna? I would also sit on that and slowly grew to be Krishna. ഇതിനെ പോലെ ഞാനും ആ മരക്കൊമ്പിൽ കയറിയിരിക്കും. ലേ ദേതീം യദി മുझे ബാംസുരി തും ദോ പൈസേ വാലി. നിങ്ങളിനി 2 രൂപയുടെ ഓടക്കുഴൽ എന്ന് പറയുന്നുണ്ട്. അതായത് പൈസ കൊടുത്ത് നിങ്ങൾ എനിക്കൊരു ഓടക്കുഴൽ കൂടി വാങ്ങി തന്നിരുന്നുവെങ്കിൽ കിസി തരേ നീച്ചി ഹോ ജാതി യഹ് കദംബ് കി ഡാലി. ആ ഓടക്കുഴലും കൊണ്ടാണ് ഞാൻ എങ്ങോട്ട് കയറി പോവാ? ആ കടമ്പ് വൃക്ഷത്തിന്റെ മുകളിലേക്ക്. തുമേ നഹീം കുച്ച് കഹ്ത. നിങ്ങളോടൊന്നും ഞാൻ പറയില്ല, പറയാതെ നിങ്ങളെ പറ്റിക്കുകയോ ഒളിച്ചുകൂടോ ചെയ്യാ. पर मैं चुपके चुपके आथा. चुपके चुपके, മിണ്ടാതെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ മിണ്ടാതിരിക്കും അല്ലേ. उस नीची डाली से अम्मा ऊंचे पर चढ़ जाते. ഞാൻ താഴത്തെ കൊമ്പിൽ നിന്ന് മുകളിലോട്ട് അങ്ങ് കയറി പോയിട്ട് അവിടെ ഒളിച്ചിരിക്കും അമ്മ. എന്നിട്ടോ വഹീം ബൈട്ട് ഫിർ ബഡേ മസേ സേ മേ ബാംസുരി ബജാത. അവിടെ കൊമ്പിൽ ഏറ്റവും മുകളിലുള്ള കൊമ്പിൽ ഒളിച്ചിരുന്നിട്ട്
അവിടെ നിന്ന് ഞാൻ ഈ ഓടക്കുഴല് വായിക്കും. ബാംസുരി ബജാത്ത, ഓടക്കുഴല് വായിക്കും. അമ്മ അമ്മ കഹ് ബംസി കെ സ്വർമേ തുമേ ബുലാത്ത. ഞാൻ ഓടക്കുഴലിലൂടെ എന്താ വിളിക്കാന്നറിയോ? അമ്മ അമ്മ. ഓടക്കുഴല് വായിക്കുന്നത് ആ ട്യൂൺ എന്തായിരിക്കും? അമ്മേ അമ്മേ എന്നുള്ള വിളിയായിരിക്കും. സുൻ മേരി ബംസിക്കോ മാം. അപ്പൊ അമ്മ അത് വീടിനുള്ളിൽ നിന്ന് കേൾക്കും. അപ്പൊ എന്ത് ചെയ്യും? തും ഇത്തനി ഖുഷ് ഹോ ജാതി. അപ്പൊ ഞാൻ വിളിക്കുന്നേക്കുമ്പോ എത്ര സന്തോഷം തോന്നും അല്ലേ? ഉണ്ടാവൂലേ? നമ്മള് വിളിക്കുമ്പോ നമ്മള് വീട്ടിൽ നിന്ന് ഇപ്പൊ ഒരേ ഇടക്കിടക്കേ അമ്മേ അമ്മയെ വിളിക്കുമ്പോ ഒന്നും സന്തോഷം തോന്നൂല. പിന്നെയോ നമ്മളിപ്പോ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോല പുറത്തിറത്തിയാട് എന്ത് ചെയ്യും? അമ്മേന്ന് വിളിക്കുമ്പോ അവർക്കൊരു സന്തോഷം തോന്നും. കൊറേ സമയം കാണാതെ നിൽക്കുമ്പോ അല്ലേ? അല്ലേ? സന്തോഷം തോന്നൂലേ? അമ്മയുടെ സന്തോഷം എല്ലാം പോയടോ നിങ്ങൾ വീട്ടിൽ തന്നെ ആയതുകൊണ്ട്? അതെയാ? നിങ്ങള് അവരെ ദ്രോഹിക്കാതെ നിന്നാ മതി. നിങ്ങൾ നിങ്ങളുടെ കാര്യമൊക്കെ ഹോംവർക്ക് ഒക്കെ കൃത്യമായി ചെയ്തയക്കണം. പഠിക്കണതൊക്കെ ചെയ്താൽ അമ്മക്ക് നിങ്ങളോട് സ്നേഹം തോന്നും. അമ്മക്ക് മാത്രല്ല, സജിത മിസ്സിനും അപ്പൊ നിങ്ങളോട് സ്നേഹം തോന്നും. നോക്ക്, സുൻ മേരി ബംസി കോ മാം തും ഇത്തനി ഖുഷ് ഹോ ജാതി. ഞാൻ ആ ഓടക്കലിലൂടെ അമ്മേ അമ്മേന്ന് വിളിക്കുമ്പോ അമ്മക്ക് സന്തോഷം തോന്നും അല്ലേ? മുझे देखने काम छोड़कर तुम बाहर तक जाती आती. അത് എന്തിനാ ഇടക്കിടക്ക് വീഡിയോ ഓഫ് ചെയ്യുന്നേ? പക്ഷിനെ പിടിക്കാൻ പോകുന്നുണ്ടോ? ഇല്ലല്ല. മിസ് ഒരു കാര്യം പറയാം ഇതിനോട്. ക്ലാസ് തുടങ്ങി കഴിയുന്നത് വരെയും വീഡിയോ ഓഫ് ചെയ്യാൻ പാടില്ല. വീഡിയോ ഓഫ് ചെയ്ത പ്രിൻസിപ്പൾ നിന്റെ വീട്ടിലെത്തും. ഓക്കെ? മുझे देखने काम छोड़कर तुम बाहर तक आते. അപ്പൊ ഞാൻ അമ്മേ അമ്മേന്ന് ഓടക്കുഴലിലൂടെ വിളിച്ചാല് അമ്മ എന്ത് ചെയ്യുന്നറിയോ? അമ്മയുടെ ജോലി അവിടെ നിർത്തിയിട്ട് അമ്മ ഓടി പുറത്തേക്ക് വരും. തും